കട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള തീയതികളിലാണ് മാലിന്യം ശേഖരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഈ മാസം 18 തീയതി മുതൽ ഓഗസ്റ്റ് 15 തീയതി വരെ തീയതികളിലാണ് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഇതിന്റെ നഗരസഭാ തല ഉദ്ഘാടനമാണ് നടന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ പ്രയത്നം ആവശ്യമുള്ള ഒരു ഉത്തരവാദിത്തമാണ് കട്ടപ്പന നഗരസഭ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രാസംഗികയും അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി ലീലാമ്മ ബേബിയും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ പരിസ്ഥിതിക്കും ഏറെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാലിന്യങ്ങൾ ആളുകളിൽ നിന്ന് വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി അത് ശാസ്ത്രീയമായി എത്തിക്കുന്ന ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില നൽകും. വീടുകളിലെ ഉപയോഗശൂന്യമല്ലാത്ത TV, മൊബൈൽ ഫോൺ, ചാർജറുകൾ, ലാപ്ടോപ്പ്, മിക്സി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ട്യൂബ്, ബൾബ്, ബാറ്ററി തുടങ്ങിയവയാണ് ശേഖരിക്കുന്നത്. നഗരസഭാ പരിധിയിലെ 17, 20, 21 വാർഡുകളിലെ വീടുകളിൽ മാലിന്യങ്ങൾ നഗരസഭാ ഓഫീസിനോട് അനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന കളക്ഷൻ പോയിന്റിൽ എത്തിക്കണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. മറ്റു വാർഡുകളിലെ ശേഖരണ തീയതി കൌൺസിലർമാർ മുഖേന പിന്നീട് അറിയിക്കുന്നതായിരിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. നഗരസഭയുടെ ഈ പ്രവർത്തനങ്ങളോട് മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കൌൺസിലർ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. കൌൺസിലർമാരായ സിബി പാറപ്പായി, ഷജി തങ്കച്ചൻ, നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ്, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്ക് തുടങ്ങിയവരും മറ്റ് ജീവനക്കാർ, CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.